നമസ്കാരം. ഇന്ത്യൻ പ്രതിരോധ മേഖല ഇന്ന് ലോക ശക്തികൾക്ക് പോലും വെല്ലുവിളി ഉയർത്തുന്ന തരത്തിൽ വളർന്നിരിക്കുകയാണ്. സാമ്പത്തികമായും സാങ്കേതികമായും ഇന്ത്യയുടെ വളർച്ച ലോക രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നു. എന്നാൽ ഈ വളർച്ചയെ വളരെ അസൂയയോടെ നോക്കിക്കാണുന്ന ചില ശക്തികളുണ്ട്. സ്വയം ലോകത്തിന്റെ തലവൻ എന്ന് വിശേഷിപ്പിക്കുന്ന US പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ ഇതിനൊരു ഉദാഹരണമാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തിക്കൊണ്ട് നമ്മുടെ മുന്നേറ്റം തടയാൻ ട്രംപ് ശ്രമിച്ചപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അതിന് നൽകിയത് ഒരു കിടിലൻ മറുപടിയാണ്. എന്താണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്? ഇന്ത്യയുടെ ആത്മവിശ്വാസം എത്രത്തോളം ഉയർന്നതാണെന്ന് ഈ മറുപടി എങ്ങനെയാണ് വ്യക്തമാക്കുന്നത്? നമുക്ക് നോക്കാം. മധ്യപ്രദേശിലെ റീസൺ ജില്ലയിൽ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡിന്റെ അഥവാ BEMLന്റെ ബ്രഹ്മ റെയിൽ ഹബ് നിർമ്മാണത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിലാണ് രാജ്നാഥ് സിംഗ് ഈ വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ട്രംപിന്റെ നയങ്ങൾക്കെതിരെ അദ്ദേഹം നടത്തിയ വിമർശനം ആഗോളതലത്തിൽ വലിയ ശ്രദ്ധ നേടി. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇന്ത്യയുടെ ഈ അതിവേഗ പുരോഗതി അംഗീകരിക്കാൻ ചില ശക്തികൾക്ക് കഴിയുന്നില്ല. സ്വയം സർവാധികാരിയാണെന്ന് കരുതുന്നവർക്കാണ് ഈ അവസ്ഥ കൂടുതലും. അവർ അത്ഭുതത്തോടെ ചിന്തിക്കുന്നു, ഇന്ത്യ എങ്ങനെയാണ് ഇത്ര വേഗത്തിൽ പുരോഗമിക്കുന്നത്? ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കാനും അതുവഴി മറ്റ് രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത് നിർത്താനും ലക്ഷ്യമിട്ടുള്ള ഒരു തന്ത്രമാണ് ഈ ഉയർന്ന തീരുവകൾക്ക് പിന്നിലെന്ന് രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടി. ഒരു വശത്ത് മെയ്ക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികളിലൂടെ ലോകോത്തര ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് ഇന്ത്യ മുന്നേറുമ്പോൾ, മറുവശത്ത് ഈ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തിക്കൊണ്ട് നമ്മളെ തളർത്താൻ ശ്രമം നടത്തുന്നു. എന്നാൽ ഈ ശ്രമങ്ങളൊന്നും വിജയിക്കില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ഇന്ത്യ പുരോഗമിക്കുന്ന ഈ വേഗതയിൽ ഒരു ആഗോള ശക്തിക്കും നമ്മളെ ഒരു സൂപ്പർ പവറായി മാറുന്നതിൽ നിന്നും തടയാൻ കഴിയില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഈ രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവന ഇന്ത്യയുടെ ആത്മവിശ്വാസം എത്രത്തോളം ഉയർന്നതാണെന്ന് വ്യക്തമാക്കുന്നില്ലേ? പ്രതിരോധ മേഖലയിലെ ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ആത്മനിർഭർ ഭാരത് അഥവാ സ്വാശ്രയമാകാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളാണ് ഈ വളർച്ചയ്ക്ക് പിന്നിലെ പ്രധാനപ്പെട്ട കാരണം. ഇന്ത്യൻ സൈന്യം അടുത്തിടെ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ തദ്ദേശീയമായി നിർമ്മിച്ച ഉപകരണങ്ങൾ ഉപയോഗിച്ചതിനെ അദ്ദേഹം എടുത്തു പറഞ്ഞു. ഈ നീക്കം ഓപ്പറേഷന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചുവെന്നും പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ പ്രതിജ്ഞാബദ്ധതയാണ് ഈ നേട്ടങ്ങൾക്ക് പിന്നിലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാതെ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇന്ത്യയുടെ ശക്തമായ നിലപാടും അദ്ദേഹം ആവർത്തിച്ചു. പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മളെ ഉപദ്രവിക്കുന്നവരെ നാം വെറുതെ വിടില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ത്യയുടെ പ്രതിരോധ നയം എത്രത്തോളം ശക്തമാണെന്ന് ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ തെളിയിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യ US ബന്ധത്തിൽ ഈ തീരുവ വിവാദം വലിയ തർക്കങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ഇറക്കുമതികൾക്ക് 25% വരെ തീരുവ ഏർപ്പെടുത്തുകയും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് പിഴ ചുമത്താൻ ശ്രമിക്കുകയും ചെയ്ത ട്രംപിന്റെ നയങ്ങൾക്കെതിരെ ഇന്ത്യ ശക്തമായി നിലകൊള്ളുന്നു. 1.4 ബില്യൺ ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക എന്നാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും മറ്റ് രാജ്യങ്ങൾ അവരുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് പോലെ തന്നെയാണ് ഇന്ത്യയും പ്രവർത്തിക്കുന്നത് എന്നും സർക്കാർ അന്ന് വ്യക്തമാക്കിയതാണ്. ചുരുക്കത്തിൽ, ലോകത്തിന്റെ പുരോഗതിയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയെ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്തിക്കൊണ്ട് തളർത്താൻ ശ്രമിക്കുന്നവർക്കുള്ള വ്യക്തവും ശക്തവുമായ മറുപടിയാണ് രാജ്നാഥ് സിംഗ് നൽകിയത്. ഇന്ത്യയുടെ മുന്നേറ്റം തടയാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്നും ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലൂടെ രാജ്യം ഇനിയും മുന്നോട്ട് കുതിക്കുമെന്നും അദ്ദേഹം ഈ പ്രസംഗത്തിലൂടെ അടിവരയിട്ട് പറയുന്നു.